ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ സെൻസസ് നടപടിക്രമങ്ങൾക്ക് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി ഗവർണറും മുഖ്യമന്ത്രിയും. സെൻസസ് 2027 രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായകമെന്ന് ഗവർണർ. സെൻസസ് 2027 രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായകമെന്ന് കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ലോക് ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയ അദ്ദേഹം സംസ്ഥാനത്തെ സെൻസസ് ഘട്ടം 1 തുടക്കം കുറിക്കുകയായിരുന്നു. എല്ലാവരും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാവാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ആദ്യമായി ഡിജിറ്റലായി നടത്തുന്ന സെൻസസ് ആണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശനും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ. ജയതിലകും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയും സംസ്ഥാന സെൻസസ് നോഡൽ ഓഫീസറുമായ ശ്രീ കെ. ബിജു IAS, സെൻസസ് ഓപ്പറേഷൻസ് ഡയറക്ടറും ചീഫ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറുമായ ഡോക്ടർ മിത്ര ടി IAS, ഗവർണറുടെ സെക്രട്ടറി ഡോക്ടർ കെ. വാസുകി IAS എന്നിവർ സന്നിഹിതരായിരുന്നു. Namaskaram. Today we are marking a very significant leap related to our development of the country. All the people will be going into for a very massive exercise of Census 2027. I appeal all the people of the state to come forward and get themselves registered so that all their details of their well-being, of their households, of their activities, profession, business, job will be recorded so that the government will be able to formulate the schemes benefited to us. That will be a massive exercise. One more significant step we are taking in this census is this census is being done fully digitally. I congratulate all the officers of the census. They have put themselves into this particular exercise wholeheartedly. The massive exercise will be otherwise. It is an exercise, the largest exercise in the world. And this time it is first time we are going digital census. I congratulate and I thank all the workers. But lastly, I must appeal to the people of the state to come forward, cooperate with the people, with the enumerators who will be coming to our house, and possibly use the HOL app that will be giving us more information every time, which will be at your fingertip. Namaskaram, Nanni. 2027 സെൻസസ് പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിജിറ്റൽ സെൻസസ് അത് ജൂൺ 16 മുതൽ ജൂൺ 30 വരെ നടക്കുകയാണ്. അതിലെ സെൽഫ് എന്യൂമറേഷനാണ്. ഞാനതിൽ പങ്കാളിയായി, നിങ്ങളും അതിൽ പങ്കാളിയാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ സെൽഫ് എന്യൂമറേഷൻ കഴിഞ്ഞാൽ വീണ്ടും ജൂലൈ 1 മുതൽ 30 വരെ ഹൗസ് ലിസ്റ്റിംഗ് നടക്കും. അതിലും എല്ലാവരും പങ്കാളികളാകണം. സെൻസസ് എന്ന് പറയുന്നത് വലിയൊരു ഡോക്യുമെൻ്റാണ്. നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, നാടിൻ്റെ പുരോഗതി നിർണ്ണയിക്കുന്ന നിർണായകമായ കാര്യങ്ങളെല്ലാം രൂപപ്പെടുത്തിയെടുക്കാനുള്ള കൃത്യമായ ഡോക്യുമെൻ്റാണ്. ഗവൺമെൻറ്റുകൾ നൽകുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കൃത്യമായ സ്ഥലങ്ങളിലേക്കാണ് അത് പോകുന്നത്, തെറ്റായ വഴികളിലേക്ക് പോകുന്നില്ല എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ടും പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതിനും ഭാവി കാര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും സെൻസസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ആ സെൻസസ് പ്രക്രിയ ഗവൺമെൻറ് ചെയ്യുമ്പോൾ അതിലെല്ലാവരും പങ്കാളികളാകണം, മറ്റുള്ളവരെ പങ്കാളികളാകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. sc.census.gov.in അതുവഴി സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൻ്റെ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിൽ ഇന്ന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഈ സെൻസസിൻ്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളുടെ വിജയകരമായ നടത്തിപ്പിന് പൂർണ്ണ സഹകരണം നൽകാനായിട്ട് എല്ലാ ജീവനക്കാരോടും എല്ലാ ഉദ്യോഗസ്ഥരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സെൻസസ് എന്നത്
ആസൂത്രണം, ഭരണം, വികസനം എന്നിവയ്ക്ക് അടിത്തറ നൽകുന്ന ഒരു സുപ്രധാന ദേശീയ പ്രക്രിയയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസായ 2027 സെൻസസ് ഒരു വിജയകരമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ നമുക്ക് കൈകോർക്കാം. കൂടാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തമായ ഭാവി രൂപീകരിക്കാൻ ഇത് സഹായിക്കും. നന്ദി. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.